ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയ കാര്യമാണ് ഈ ഒരു ക്യാപ്ഷനിലൂടെ പറയുന്നത്. മലയാള സിനിമ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗോട്ടിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഗോട്ടാവാൻ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് ഇവിടെ നിർത്താമെന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇയാൾ തന്നെയാണ് ഇവിടുത്തെ ഗോട്ട് എന്നുള്ളതാണ്. ഇന്ന് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് കാണുമ്പോൾ അത് തന്നെയാണ് ഉറപ്പിക്കാവുന്നതും. സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്, ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്തുന്ന സിനിമയും. ഇതിനിടയിൽ ഒരു കാര്യം പറയാം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഓർമ്മിപ്പിക്കാം. എന്തായാലും അടുത്തിടെ ഇറങ്ങിയേക്കുന്ന 10-20 സിനിമകൾ എടുത്താൽ എല്ലാത്തിനും മമ്മൂട്ടിയെ കാണാനല്ല, വ്യത്യസ്തമായ വേഷങ്ങൾ പകർന്നാടുന്ന ഒരു നടനെ കാണാം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമ ഇറങ്ങുമ്പോഴും അതിനകത്തൊരു മമ്മൂട്ടി ഇല്ല എന്നുള്ളതാണ്. നല്ല അടക്കത്തോടു കൂടി തന്നെ ആ ഒരു ക്യാരക്ടർ ഡൊമിനിക്കിനെ മമ്മൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു നിമിഷത്തിൽ പോലും മമ്മൂട്ടിയെ കാണാൻ ഇല്ല എന്നുള്ളതാണ്. പലപ്പോഴും ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യവുമൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡാൻസ് ആണെങ്കിൽ അങ്ങനെ ഡാൻസ് കളിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി മമ്മൂട്ടിക്കില്ല. പക്ഷേ ഒരു നടനെന്ന നിലയിൽ ഒരു ക്യാരക്ടറിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫ്ലെക്സിബിലിറ്റി ഉള്ള നടൻ അത് മമ്മൂട്ടി തന്നെയാണ്. ഈ ഒരു പ്രായത്തിലും ഇത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും 50 വർഷത്തിനടുത്ത് സിനിമയിലുണ്ടായിട്ടും വേറെ ഒരാൾക്കും അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഒന്നും കാണുന്നില്ല. ഓരോരുത്തരും ഓരോ കാലങ്ങളിൽ ഫ്ലെക്സിബിളും അതിഗംഭീര നടന്മാരുമൊക്കെ ആയിരിക്കാം. പക്ഷേ എല്ലാ കാലത്തും ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇക്കാലത്തെ ഏറ്റവും മികച്ച നടൻ എന്ന് പറയാൻ കഴിയുന്നത് അത് മമ്മൂട്ടി തന്നെയാണ്. അത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഫാൻ ബേസും കാര്യങ്ങളുമൊക്കെ മാറ്റി വെച്ചിട്ട് മമ്മൂട്ടി ആരാധകനാണെങ്കിൽ മമ്മൂട്ടി എന്നുള്ള ചിന്ത വിട്ട് കളഞ്ഞിട്ട് ഈ സിനിമയൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഗംഭീരമായിട്ടാണ്, എത്രത്തോളം സിൻസിയറായിട്ടാണ് ഈ ഡൊമിനിക് എന്ന ക്യാരക്ടറിലേക്ക് മമ്മൂട്ടി കയറിയിരിക്കുന്നത് എന്ന് പറയാം. പ്രത്യേകിച്ച് വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷേ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ കഥ, അതായത് പൂച്ച 4 കാലിലേ വീഴുള്ളൂ എന്ന് പറയുന്നതാണ് ഇതിലെ ക്യാരക്ടർ. അത് അങ്ങനെ തന്നെ അതേ രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഡൊമിനിക് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ബേസ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും CBI പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ സേതുരാമയ്യർ ഓടി വരും നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് CBI എന്ന വാക്കെഴുതി കാണിക്കുമ്പോൾ. അതുപോലെ തന്നെ CID അല്ലെങ്കിൽ CI ഡൊമിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് മാറ്റിയെടുക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി സൂചിപ്പിക്കുന്നതും. സിനിമ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഒരു സിമ്പിൾ കഥ ഇത്രത്തോളം ഗംഭീരമാക്കിയതിനകത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് അദ്ദേഹം തന്നെ കണ്ടെത്തി അതിനെ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നു. ബോഡി ലാംഗ്വേജിലുള്ള ഫ്ലെക്സിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നത്തെ കാലത്ത് സീനിയർ അല്ല ജൂനിയർ ആയിട്ടുള്ള ഒരു നടനും ഇല്ലാത്ത ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് മമ്മൂട്ടിയുടെ ബോഡിയിൽ നമുക്ക് കാണാനുള്ള. ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പോലീസ് രൂപം കയറി വരികയും, അദ്ദേഹം ഓൾറെഡി ഒരു അല്ലെങ്കിൽ പോലീസിൽ നിന്ന് പുറത്തായ ഒരാളാണ്, ഇടയ്ക്ക് ഡിറ്റക്റ്റീവ്, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഡിറ്റക്റ്റീവ്. അത് രണ്ടും ഒരേ ടൈമിൽ പല സാഹചര്യങ്ങളിൽ അത് ഒരു നിമിഷത്തെ ഇടവേള പോലും ഇല്ലാതെ നല്ല ബ്രില്യൻ്റായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു മമ്മൂട്ടി എന്ന് തന്നെ പറയാം. ഒരു നിമിഷവും നിങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല. രൂപത്തിൽ നിങ്ങൾക്ക് മമ്മൂട്ടിയെ കാണാം, സുന്ദരനായ ആ ഒരു വ്യക്തിയൊക്കെ കാണാമായിരിക്കാം. പക്ഷേ ഇത് ഡൊമിനിക്കാണ്, നമ്മുടെ എറണാകുളത്തുകാരൻ ഡൊമിനിക്, കലൂരുകാരൻ ഡൊമിനിക്കാണ്. അത് നമുക്ക് ഉറപ്പിക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ സക്സസ്സും. അപ്പോൾ എതിരഭിപ്രായമുള്ളവർക്ക് കമൻസിലൂടെ രേഖപ്പെടുത്താം, എന്നിട്ട് പടം കണ്ടിട്ട് പറയണമെന്നാണ് അഭ്യർത്ഥന. എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു മമ്മൂട്ടി പടമായിട്ട് നിങ്ങൾ കാണാൻ പോകേണ്ട ഒരാളും ഇതൊരു സാധാരണ ഒരു നടൻ്റെ സിനിമയായിട്ട് കാണാൻ പോകുക. എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ നടൻ്റെ പേര് അഭിനയിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾ ഗോട്ടും കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കാൻ വാ എന്നാണ് പറയാനുള്ളത്. അപ്പം ഇനി മലയാള സിനിമ ഗോട്ടിനെയും ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പോൾ ഈ കാലത്ത് ഒരു ഗോട്ട് എന്ന് പറയാൻ പറ്റുന്ന നടൻ അത് മമ്മൂട്ടി തന്നെയാണ്. അല്ലാത്തവർ ഒരുപാട് കാര്യങ്ങൾ വിളമ്പേണ്ടി വരും. ഒത്തിരി വിളമ്പിയാലും നിങ്ങൾക്ക് തന്നെ തൃപ്തിയാവില്ല. കാരണം നിങ്ങൾ പറയുന്ന പല നടന്മാരും ഗോട്ടായിരിക്കാം, പക്ഷേ ഇന്ന് ഓൾഡ് ഗോട്ട് എന്നാണ് അവരെ വിളിക്കേണ്ടി വരിക. കാരണം വേറൊന്നുമല്ല, അവർ ഇന്ന് ആക്ടിങ് മറക്കുന്നു, അവർ ഇന്ന് അഭിനയം എന്ന കലയെ മറക്കുന്നു. ഒരുപക്ഷെ മമ്മൂട്ടിയെക്കാളൊക്കെ മിടുക്കന്മാരായിരിക്കാം അവർ, പക്ഷേ അത്ര മിടുക്കനല്ലാത്ത മമ്മൂട്ടി ഇന്ന് നല്ല ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളുമാണ്. ഒരുപാട് കഴിവുള്ള, ജന്മനാ ടാലൻ്റ് ഉള്ളവർ ആ കഴിവ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ മമ്മൂട്ടിയുടെ അടുത്ത് വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ മമ്മൂട്ടി അവരെ ചവിട്ടി താഴ്ത്തുന്നോ അല്ലെങ്കിൽ അവർ മമ്മൂട്ടിയുടെ താഴെ പോകുന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അവർ തന്നെ താഴെ പോകുന്നതാണെന്നേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.